നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് എന്തിനാണ്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മുടെ ക്യാപിറ്റൽ ഒരു 1-2 വർഷം കൊണ്ട് ഒരു സോ കോൾഡ് പെർസെൻറ്റേജ് നല്ലൊരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ കിട്ടാൻ. അതിനോടൊപ്പം നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് മന്ത്ലി ഓർ ആനുവലി നല്ലൊരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടണമെങ്കിൽ ഹാപ്പി. സോ ഏതൊക്കെ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണുള്ളത്? ഗോൾഡ് ഇസ് എ ഗുഡ് ഇൻവെസ്റ്റ്മെന്റ്. അതുപോലെ തന്നെ ക്രിപ്റ്റോ ട്രേഡിംഗ് ഇസ് എ ഗുഡ് ഇൻവെസ്റ്റ്മെന്റ്. ക്രിപ്റ്റോയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഫോറക്സ് ട്രേഡിംഗിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെന്താണ് നമുക്കുള്ളത്? റിയൽ എസ്റ്റേറ്റ്. നമുക്ക് ഗോൾഡ് എടുക്കാം. ഗോൾഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിന് ശേഷം നമുക്ക് ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നല്ല അപ്രിസിയേഷൻ കിട്ടും നമ്മുടെ ക്യാപിറ്റലിന്. പക്ഷെ നമുക്ക് അതിൽ നല്ലൊരു റിട്ടേൺ കിട്ടുന്നുണ്ടോ? ആനുവലി ഒരു മന്ത്ലി നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടോ? ഇല്ല. പിന്നെ ഉള്ളത് ക്രിപ്റ്റോ ആൻഡ് ഫോറക്സ് ട്രേഡിംഗ്. അത് മാർക്കറ്റ് ക്രാഷ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് അപ് ട്രെൻഡിലാണെങ്കിൽ നമുക്ക് അപ്രിസിയേഷൻ കിട്ടും ഫോർ ക്യാപിറ്റൽ, പക്ഷെ നമുക്ക് റിട്ടേൺ ഇല്ല. കംസ് ദുബായ് റിയൽ എസ്റ്റേറ്റ്. ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ദുബായ് റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾ കറക്റ്റ് ലൊക്കേഷനിൽ കറക്റ്റ് ടൈമിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഐ എം 100% ഷുവർ ദാറ്റ് ഇഫ് ദ ലൊക്കേഷൻ ഇസ് സൂപ്പർ ഗുഡ്, ഒരു 80 to 100% ക്യാപിറ്റൽ അപ്രിസിയേഷൻ നിങ്ങൾക്ക് എന്തായാലും അതിൽ കിട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഇരട്ടി. അതുപോലെ ആ പ്രോപ്പർട്ടി നിങ്ങൾ റെന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ആനുവലി യു ക്യാൻ മേക്ക് ഫ്രം 6 to 9% ഓഫ് റിട്ടേൺ ഓൺ യുവർ ഇൻവെസ്റ്റ്മെന്റ് വിച്ച് ഇസ് കോൾഡ് ROI. നമുക്കപ്പോൾ ഇത് നാട്ടിലെയും ഇവിടുത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കാം. ഞാനൊരു എറണാകുളംകാരനാണ്. എറണാകുളത്തിൻ്റെ ഹബ്ബ് എന്ന് പറഞ്ഞാൽ പനമ്പള്ളി നഗറിലോ അല്ലെങ്കിൽ ഹൈക്കോർട്ടിലോ നമ്മളൊരു 1 കോടിയോ ഒരു 1.5 കോടിയോ കൊടുത്തിട്ട് മാക്സിമം ആണത്, അത്രയും കൊടുത്തിട്ട് നമ്മളൊരു 1 BHK വാങ്ങിക്കണമെങ്കിൽ നമുക്ക് മാക്സിമം അത് റെന്റ് എത്രയാണ് കൊടുക്കാൻ പറ്റും? ഒരു 50,000, 60,000 അതിനും മേലൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ആ എമൗണ്ട് നിങ്ങൾ ദുബായ് റിയൽ എസ്റ്റേറ്റിൽ നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കണമെങ്കിൽ യു നോ ഹൗ മച്ച് യു ഗോണ മേക്ക്. നിങ്ങൾ വാങ്ങിക്കുന്ന ആ ഒരു എമൗണ്ട് വിത്തിൻ 2 years ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഇസ് 100%. അതുപോലെ തന്നെ നിങ്ങൾ റെന്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ഒരു 1 BHK ദുബായിൽ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു JVCയോ JVT കൊടുക്കുക, ജുമേറ വില്ലേജ് സർക്കിളോ ജുമേറ വില്ലേജ് ട്രയാങ്കിളോ നിങ്ങളൊരു പ്രോപ്പർട്ടി 1 BHK വാങ്ങണമെങ്കിൽ നിങ്ങൾക്കത് റെന്റ് ഔട്ട് കൊടുക്കുമ്പോൾ കിട്ടണ 1,50,000. സോ ഇതാണ് ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിന്റെ പൊട്ടൻഷ്യൽ. എൻ്റെ അടുത്ത വീഡിയോസിൽ ഞാൻ കുറച്ചും കൂടി ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഏതൊക്കെ പ്രൊജക്ട്സ് ആണ്, ഏതൊക്കെ പ്ലാൻസ് ആണ്, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നെല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. സോ സ്റ്റേ ട്യൂൺഡ്, എന്നെ ഫോളോ ചെയ്തോളൂ. ഇഫ് യു ഹാവ് എനി ക്വയറീസ്, എന്തെങ്കിലും ഡൗട്ട്സോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം. കോൾ മീ, യു ക്യാൻ മെസ്സേജ് മീ എനി ടൈം. ബൈ.